അച്യുതൻ ആ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നു. അച്യുതൻ, ഈ സുപ്രീം കോടതിയിൽ മാത്രമല്ല രാജ്യത്തെ വിവിധ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം കുറയ്ക്കുക എന്നാണ് തന്റെ പ്രഥമ പരിഗണന എന്ന് കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് സൂര്യകാന്ത് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിഷനോട് കൂടി എത്തുന്നു. കേരളത്തിന്റെ SIR അടക്കം അദ്ദേഹത്തിന് മുന്നിലുണ്ട്. അങ്ങനെ കേരളത്തിലും ഈ അധികാരാരോഹണം നിർണായകമാണ്. അച്യുതൻ, തീർച്ചയായിട്ടും ഹാഷ്മി, അതായത് 53ാമത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായാണ് ജസ്റ്റിസ് സൂര്യകാന്ത് അല്പസമയം മുൻപ് ചുമതല ഏറ്റിരിക്കുന്നത്. രാഷ്ട്രപതി ഭവനിൽ 10 മണിയോടുകൂടിയാണ് ഈ ചടങ്ങുകൾ ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒപ്പം തന്നെ ഉപരാഷ്ട്രപതി അതുപോലെ തന്നെ മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിന്റെ ഭാഗമായി, ഒപ്പം തന്നെ വിദേശത്തെ ചീഫ് ജസ്റ്റിസുമാരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളൊരു സവിശേഷത കൂടി ജസ്റ്റിസ് സൂര്യകാന്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനുണ്ട് എന്നതാണ്. മാത്രമല്ല ഈ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആയിരുന്നു സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. എന്തായാലും ഈ ചുമതല ഏറ്റ ശേഷം ഇന്ന് 11 മണിയോടുകൂടിയായിരിക്കും സുപ്രീം കോടതിയിൽ ബെഞ്ച് ചേരുക. 1962 ഹരിയാനയിലെ ഹിസാർ ജില്ലയിലായിരുന്നു സൂര്യകാന്ത് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതയാത്ര പരിശോധിച്ചാൽ തന്നെ പറയപ്പെടുന്നത് ബെഞ്ചില്ലാത്ത സ്കൂളിലിരുന്ന് പഠിച്ച ശേഷം പരമോന്നത നീതിന്യായ പീഠത്തിൻ്റെ ബെഞ്ചിലേക്ക് എത്തിയ ഒരു വ്യക്തി കൂടിയാണ്. അതായത് അതിൻ്റെ ജീവിതം തന്നെ ഒരു മാതൃകയായി തന്നെ കണക്കാക്കാൻ കഴിയും. മഹർഷി ദയാനന്ദ സർവകലാശാലയിൽ നിന്ന് നിയമബിരുദം നേടി. ആദ്യം പഞ്ചാബ് ജില്ലാ കോടതികളിൽ അദ്ദേഹം ഇത്തരത്തിൽ ജഡ്ജിയായി പ്രവർത്തിച്ചു. അതിനുശേഷം 2004-ൽ 42-ാം വയസ്സിലാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ജഡ്ജിയായി അദ്ദേഹം ചുമതല ഏൽക്കുന്നത്. 2011-ൽ കുരുക്ഷേത്ര സർവകലാശാലയിൽ നിന്ന് വിദൂര പഠനത്തിലൂടെ നിയമത്തിൽ തന്നെ ബിരുദാനന്തര ബിരുദം നേടുന്നു. 14 വർഷം ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് സൂര്യകാന്ത് 2018-ലാണ് അദ്ദേഹം ഹിമാചൽ പ്രദേശിൽ ചീഫ് ജസ്റ്റിസ് ആവുന്നത്. തുടർന്ന് 2019-ൽ മെയ് മാസത്തിൽ സുപ്രീം കോടതിയുടെ ജഡ്ജിയായി അദ്ദേഹം ഉയർത്തപ്പെടുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് എന്ന ചുമതലയിലേക്ക് കൂടി ഇപ്പോൾ സൂര്യകാന്ത് എത്തുന്നത്. ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികൾ ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ ബെഞ്ചിലേക്കാണ് എത്തിയത്. അതിൽ ആദ്യ തീരുമാനം അതായത് ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കണം എന്നൊരു ഉത്തരവ് പുറപ്പെടുവിച്ചതും ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ ബെഞ്ചാണ്. അതിനുശേഷം കേരളത്തിലെ SIR-നെതിരെയുള്ള ഹർജികളും ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ പരിഗണനയിലാണ് ഉള്ളത്. അങ്ങനെ നിരവധി സുപ്രധാനമായിട്ടുള്ള കേസുകൾ പരിഗണിച്ച ബെഞ്ചിലെ അംഗമായിരുന്നു. കേസുകൾ പരിഗണിച്ച പ്രധാന ബെഞ്ചിലെ അധ്യക്ഷൻ കൂടിയായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്ത്. എന്തായാലും നിലവിലിപ്പോൾ സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇപ്പോൾ ചുമതലയേറ്റിരിക്കുന്നത്. ഹാഷ്മി, കശ്മീരിനുള്ള പ്രത്യേക പദവിയുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ 370-ാം വകുപ്പ് റദ്ദാക്കിയ സർക്കാർ നടപടി ശരിവെച്ചതടക്കം, പ്രതിരോധ സേനയിലെ 1 റാങ്ക് 1 പെൻഷൻ പദ്ധതി ശരിവെച്ചതടക്കം, ബീഹാറിലെ SIR തുടരാൻ അനുവാദം കൊടുത്തടക്കമുള്ള സുപ്രധാന വിധികളുടെ അതേസമയം തന്നെ ഈ പറയുന്ന ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കണം എന്ന് ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞടക്കം സുപ്രധാനമായ വ്യവഹാരങ്ങളിൽ ന്യായാധിപനായിരുന്ന ആളാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. മുല്ലപ്പെരിയാർ ഡാം സുരക്ഷയുമായി ബന്ധപ്പെട്ട ഹർജികൾ ഒക്കെ ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ പരിഗണനയിലായിരുന്നു. അങ്ങനെ ഒരുപാട് രാജ്യം ശ്രദ്ധിച്ച ഒരുപാട് കേസുകൾ അദ്ദേഹത്തിൻ്റെ ബെഞ്ചിലേക്ക് വന്നിട്ടുമുണ്ട്. അച്യുതൻ തുടർന്ന് അച്യുതൻ 2027 വരെ അദ്ദേഹത്തിന് കാലാവധിയുണ്ട്. എനിക്ക് തോന്നുന്നു ദീർഘകാലം ആ പദവിയിൽ തുടരാൻ കഴിയുന്ന ഒരു ചീഫ് ജസ്റ്റിസ് കൂടിയാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. തീർച്ചയായിട്ടും ഹാഷ്മി, കുറച്ചു കാലം അദ്ദേഹത്തിന് ഈ പദവിയിൽ തുടരാൻ കഴിയുമെന്നുള്ളതാണ്. നേരത്തെ BR ഗവായിക്കായിരുന്നാലും അതിനു മുൻപ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്കായിരുന്നാലും അധിക നാൾ ഈ പദവിയിൽ തുടരാൻ കാലാവധി അവർക്കുണ്ടായിരുന്നില്ല. പക്ഷേ ജസ്റ്റിസ് സൂര്യകാന്തിനെ സംബന്ധിച്ച് ചീഫ് ജസ്റ്റിസ് പദവിയിൽ കുറച്ചു കാലം അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് 2027 ഫെബ്രുവരി 9 വരെ ആ പദവിയിൽ തുടരാനായി കഴിയും. ഏറെ ഉറ്റുനോക്കുന്നത് ഈ നിലവിലെ SIR-നെതിരായ ഹർജികൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പരിഗണനയിലുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ആ കാര്യങ്ങളിലൊക്കെ ഇനി ജസ്റ്റിസ് സൂര്യകാന്ത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് എന്ത് നിലപാടായിരിക്കും എടുക്കുക എന്നതാണ് ഏറെ നിർണായകം. കേരളത്തിനെ സംബന്ധിച്ച് തന്നെ ഹർജികൾ അദ്ദേഹത്തിന് മുൻപിലുണ്ട്. അതിൽ കഴിഞ്ഞ തവണ അടിയന്തരമായി കേരളം പരിഗണിക്കണമെന്നൊരു ആവശ്യം മുൻനിർത്തിയപ്പോഴാണ് ബുധനാഴ്ച പരിഗണിക്കാനായി ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അതിലൊരു ഇടപെടൽ ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് കേരളത്തിലെ SIR നടപടികൾക്കെതിരായ ഹർജികളിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു തീരുമാനം കൈക്കൊള്ളുക എന്നത് ഏറെ നിർണായകമാണ് കേരളത്തെ സംബന്ധിച്ചുകൂടി. അപ്പോൾ അത്തരം കേസുകൾ കൂടി അദ്ദേഹത്തിൻ്റെ പരിഗണനയിലേക്കുണ്ട് എന്നത് തന്നെയാണ് ഇതിലേറെ ശ്രദ്ധേയമായിരിക്കുന്നത്. ഒപ്പം തന്നെ താഴെത്തട്ടിൽ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു പരമോന്നത നീതിന്യായ പീഠത്തിൻ്റെ ഇപ്പോൾ തലവനായി അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസായി എത്തിയിരിക്കുന്ന ഒരു സവിശേഷത കൂടി ജസ്റ്റിസ് സൂര്യകാന്തിനുണ്ട് എന്നത് തന്നെയാണ്. ഒരുപാട് ഈ നേരത്തെ
ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ 370 ഭരണഘടന 370 കാശ്മീരിലെ പ്രത്യേക പദവി റദ്ദാക്കി വിവരങ്ങൾ നൽകുമായിരുന്നു. ഹരിയാനയിലെ ഹിസാറിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ ഏറ്റവും സുപ്രധാനമായ പദവിയിലേക്ക് ബെഞ്ചിന്റെ നാഥൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ സുപ്രധാനമായ പദവിയിലേക്ക് എത്തിയിരിക്കുകയാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. ചുമതലയേറ്റെടുക്കൽ ചടങ്ങിന്റെ ഹ്രസ്വമായ എങ്കിൽ പ്രൗഢമായ ചടങ്ങിന്റെ തത്സമയം സംപ്രേഷണവും വിവരങ്ങളുമാണ് അച്യുതൻ പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.